ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമേറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ആനി ഓഫ് ഗ്രീൻ ഗേബിൾസ് എന്ന കഥകളിലെ പ്രധാന കഥാപാത്രമായ ആനി ഒരു വീടിനായി കൊതിച്ചു. അനാഥയായ അവൾക്ക് എപ്പോഴെങ്കിലും വീട് എന്ന് വിളിക്കുവാൻ ഒരു സ്ഥലമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ മാത്യു എന്ന പേരുള്ള പ്രായമായ ഒരാളും അയാളുടെ സഹോദരി മാരില്ലയും ചേർന്ന് അവളെ കൊണ്ടുപോയി. അവരുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ വായാടിയായ ആനി സംസാരിച്ചു കൊണ്ടേയിരുന്നു. ശാന്ത പ്രകൃതക്കാരനായിരുന്നു മാത്യു. അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കും. ഒടുവിൽ ഇത് മനസ്സിലാക്കി ആനി അവരോട് സോറി പറഞ്ഞു. അപ്പോൾ മാത്യു പറഞ്ഞു, അയ്യോ, അതൊന്നും ഒരു പ്രശ്നമില്ല, നീ എത്ര വേണമെങ്കിലും സംസാരിച്ചുകൊള്ളൂ. ഇത് കേട്ട ആനിക്ക് അതൊരു സംഗീതം പോലെ തോന്നി. കാരണം അവൾ പറയുന്നത് കേൾക്കുവാൻ ആരും തന്നെ കൂട്ടാക്കിയിരുന്നില്ല. ആർക്കും അവളെ വേണ്ട എന്നാണ് അവൾ കരുതിയിരുന്നത്. പ്രിയമുള്ളവരെ, അവർ അവളെ അവരുടെ കുടുംബത്തിൻ്റെ ഭാഗമാക്കി. അങ്ങനെ ആനിയുടെ സ്വപ്നം പൂർത്തീകരിക്കപ്പെട്ടു. ആരുമില്ല എന്നും ഒറ്റയ്ക്കാണ് എന്നും തോന്നിയതായ സമയങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ യേശുവിലൂടെയുള്ള രക്ഷയുടെ ഭാഗമായി തീരുമ്പോൾ നമ്മളും ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അംഗങ്ങളായി മാറുന്നു. ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നു. അവനോട് എന്തു വേണമെങ്കിലും സംസാരിച്ചു കൊള്ളുവാൻ തക്കവണ്ണം അവൻ നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആശങ്കകൾ, പ്രലോഭനങ്ങൾ, സങ്കടങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം സങ്കീർത്തനക്കാരൻ പറയുന്നു 62:8, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പാകെ പകരുവിൻ. ദൈവത്തോട് ഇഷ്ടം പോലെ സംസാരിക്കുക. അവനതൊന്നും പ്രശ്നമല്ല. കാരണം അവൻ നമ്മുടെ സങ്കേതമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.